ദൈവവചനം ഇപ്രകാരം പറയുന്നു, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്. ദൈവിക സ്നേഹം വിളിച്ചൊതുക്കുന്ന ഒരു കൂട്ടം കുഞ്ഞുങ്ങൾ ഇവിടെ ഒരു ഡാൻസ് അവതരിപ്പിക്കാൻ പോകുന്നു. നമുക്കവരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. വി വെൽക്കം ഓൺ ദി സ്റ്റേജ്. So strong and so mighty, there's nothing my God cannot do. My God is so great, so strong and so mighty, there's nothing my God cannot do. The mountains are His, the rivers are His, the stars are His handiwork too. My God is so great, so strong and so mighty, there's nothing my God cannot do for you. അടുത്തതായി ചൈൽഡ് ചർച്ചിലെ കൂട്ടുകാർ ഒരു സ്കിറ്റുമായി നിങ്ങൾക്ക് മുന്നിൽ. കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ എന്ത് ചെയ്താലും പ്രതിഫലം നൽകുന്ന ദൈവം നമുക്കുണ്ട് എന്നതിൻ്റെ തെളിവ് ഈ സ്കിറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കൂട്ടുകാരെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചാലോ? വി വെൽക്കം ഓൺ ദി സ്റ്റേജ്. നെല്ലിമലയിലെ കുഞ്ഞച്ചനുപദേശിക്കും ഭാര്യ ത്രേസിക്കും 3 മക്കൾ, 2 ആണും 1 പെണ്ണും. കുഞ്ഞച്ചനുപദേശി ദാരിദ്ര്യത്തിൽ വളർന്നതാണ്. കർത്താവിനെ അറിഞ്ഞ അന്നു മുതൽ ദൈവവേലയ്ക്ക് തന്നെ സമർപ്പിച്ചു. ദൈവത്തെക്കുറിച്ചുള്ള തന്റെ സമർപ്പണ ബോധം തന്നെ മറ്റെല്ലാ ഭൗതിക നന്മയിൽ നിന്നും വ്യതിചലിപ്പിച്ചു. ജീവിതം ക്രിസ്തു മാത്രമായിരുന്നു. അതുപോലെ ത്രേസ്യയും ക്രിസ്തീയ വിശ്വാസത്തിലും പ്രത്യാശയിലും തന്റെ ഭർത്താവിന് താങ്ങായിരുന്നു. മക്കളാകട്ടെ ഭൗമിക ലോകത്തിന്റെ മായകളിൽ അത്ഭുതമായി വിശ്വാസ ജീവിതത്തെ കണ്ടു. മൂത്ത മകൻ ബിനു, 2ാമത്തവൻ ബോബൻ, 3ാമത്തവൾ മിനി. നമുക്കവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. എടി കൊച്ചേ, ചേട്ടന്മാരെ വിളിച്ച് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കടി. എന്നാത്തിനാ അമ്മച്ചി ബഹളം വെക്കുന്നേ? ഞങ്ങളങ്ങ് വരാം. അപ്പനെ കാണുമ്പോൾ അവളൊരു പൂച്ചയാ, ഞാൻ വിളിക്കുമ്പോഴോ ഒരു വിലയേ ഇല്ല. അപ്പൻ വരട്ടെ അമ്മച്ചി, എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൻ ഇങ്ങ് വരട്ടെ, ഞാൻ പറയുന്നുണ്ടടി. ഓ, അപ്പൻ ഇപ്പൊ ഞങ്ങളെ അങ്ങ് ശരിയാക്കാൻ പോവല്ലയോ? ഇങ്ങനെ നടന്നോ? നീ ഒന്നും ഗുണം പിടിക്കത്തില്ലടാ. ത്രേസ്യേ, എന്നതാടി നീ പറയുന്നേ? ഗുണം പിടിക്കത്തില്ലെന്നോ? ആരാടി ഗുണം പിടിക്കാതെ? കർത്താവിനെ സേവിക്കുന്ന വായിൽ നിന്നുമാണോടി കയ്പിന്റെ വാക്ക് പുറപ്പെടുന്നത്? അയ്യോ അല്ല ചായ, ഈ പിള്ളേർക്കൊരു ദൈവഭയവുമില്ല, അതുകൊണ്ട് ശകാരത്തിൽ ഞാനങ്ങ് പറഞ്ഞു പോയതാ. നമ്മുടെ മക്കള് 3 അനുഗ്രഹിക്കപ്പെടുമടി. ദൈവം അവരെ അനുഗ്രഹിക്കും. നമുക്ക് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാം മക്കളെ. അപ്പാ, ഞാൻ ഇന്ന് പഠിക്കാൻ പോകുന്നില്ലപ്പാ. എന്നതാടാ മോനെ ബോബാ കാര്യം? അപ്പാ, ഫീസ് കൊടുക്കാത്തതിന് എന്നെ എത്ര തവണ വിളിപ്പിച്ചെന്നറിയാമോ? എനിക്ക് നാണം കെടാൻ വയ്യ. മോനെ, അപ്പൻ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുവാടാ. ദൈവം അതിനുള്ള വഴി തുറക്കും. ദൈവം തരുമടാ. ഫീസ് അടക്കേണ്ട ഡേറ്റ് നാളെയാപ്പാ. അപ്പൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ എവിടുന്ന് കിട്ടാനാ? വല്ല കടം മേടിച്ച് താപ്പാ. മോനെ, കുഞ്ഞച്ചൻ ഉപദേശി ഇതുവരെ ആരോടും കടം മേടിച്ചിട്ടില്ലടാ. പക്ഷേ ദൈവം കുഞ്ഞച്ചന് വഴിയൊരുക്കാറേ ഉള്ളൂടാ. എന്തായാലും ആകട്ടെ, നാളെ എനിക്ക് ഫീസ് കൊടുത്താൽ മതി. കർത്താവേ, എനിക്കൊരു വഴിയുമില്ല, നീ തന്നെ വഴി ഒരുക്കണമേ നാഥാ. അമ്മച്ചിയെ, ഒരു ചായ എടുത്തേ. അലറാതിരിയടാ, എനിക്ക് 2 കയ്യേ ഉള്ളൂ. കയ്യൊക്കെ ഫ്രീ ആയിട്ട് മതി അമ്മച്ചി. മോനെ ബിനു, നിന്റെ ജോലിയുടെ ഇന്റർവ്യൂ എന്നതായടാ? ഓ, അതൊക്കെ അങ്ങനെ നടക്കും. അപ്പാ, നമുക്കൊരു ബൈക്ക് വാങ്ങണം. എല്ലാവർക്കും ഉണ്ട്, നമുക്ക് മാത്രം ഒന്നുമില്ല. ഞങ്ങൾ മാത്രമാ സ്കൂളിലും കോളേജിലും ഒക്കെ നടന്നു പോയത്. എല്ലാവർക്കും കാറും ബൈക്കും ഒക്കെ ഉണ്ട്. എന്തിനാടാ ഇതൊക്കെ? നമുക്ക് നമ്മുടെ കർത്താവില്ലയോടാ, അത് പോരെ? നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും അവൻ തന്റെ മഹത്വത്തിനൊത്തുവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം മക്കളെ. ഓ, ഈ അപ്പന്റെ ഒരു കാര്യം.
എന്തു പറഞ്ഞാലും കർത്താവ് മതി. ഞങ്ങൾ ചെറുപ്പക്കാരുടെ ആവശ്യങ്ങൾ അപ്പന് മനസ്സിലാക്കില്ല. അച്ചായോ, ഇന്നും കൂടി അരിയുള്ളൂ. പിള്ളേർക്ക് നാളെ എന്നാ കൊടുക്കും? കർത്താവ് തരുമടി. കഴിഞ്ഞ 3 ദിവസമായി ഞാൻ നിലവിളിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുക. തമ്പുരാൻ വഴി തുറക്കുമടി ത്രേസ്യേ. ഉപദേശിയേ, കുഞ്ഞച്ചന് ഉപദേശി ഉണ്ടോ ഇവിടെ? ഉണ്ടല്ലോ. ആരാ? ആ, ഇത് ഞാനാ, തെക്കേപ്പാട്ട തങ്കച്ചനാന്നേ. ആ, തങ്കച്ചനാന്നോ? എന്നതാടോ ഈ കൊച്ചുവെളുപ്പം കാലത്ത്? എന്റെ ഉപദേശി, ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. നേരെ വന്ന് വെളുക്കാനും വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതെന്നാ പറ്റി തങ്കച്ച? ഇന്നലെ രാത്രി ഞാൻ ഒരു സ്വപ്നം കണ്ടു. കുഞ്ഞച്ചൻ ഉപദേശി മുട്ടുമ്പേയിരുന്ന് പ്രാർത്ഥിക്കുന്നതും കരയുന്നതും. പിന്നെ ഞാനൊരു ശബ്ദവും കേട്ടു, തങ്കച്ച പോയി കുഞ്ഞച്ചനെ സഹായിക്കാൻ. തമ്പുരാനെ, എന്റെ പ്രാർത്ഥന നിന്റെ സന്നിധിയിൽ എത്തിയല്ലോ നാഥാ. ഉപദേശി ഇതങ്ങോട്ട് പീഡിച്ചേ. 1 മാസത്തേക്കുള്ള സാധനങ്ങളാ, പിന്നെ കുറച്ച് പൈസായും ഉണ്ട്. പിന്നെ പ്രാർത്ഥന എന്നെയും എന്റെ കുടുംബത്തെ ഓർക്കണമേ. എന്നാ ശരി, ഞാനിന്ന് പോയി കിടന്ന് ഉറങ്ങട്ടെ. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. തങ്കച്ച, ദൈവം താങ്കളെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ത്രേസ്യേ, ബോബാ, എടാ മക്കളെ ഇങ്ങോട്ട് വന്നേടാ. എന്നാ അച്ചായ? എന്നതാ അപ്പച്ച? എടാ ബോബാ, കണ്ടോടാ നിന്റെ ഫീസ്. എടി ത്രേസ്യേ, നിനക്കുള്ള അരിയും സാധനങ്ങളും ഇതാ. ഏരിയാവിനെ കാക്കയെ കൊണ്ട് പോറ്റിയ ദൈവം കുഞ്ഞച്ചനു വേണ്ടി തങ്കച്ചനെ അയച്ചടി. ഇപ്പോൾ മനസ്സിലായോ മോനെ ബോബാ, നമുക്ക് ലോകത്തേക്കാൾ വലുത് കർത്താവാണെന്ന്? ഓ, എന്റെ ദൈവത്തിന് മഹത്വം. ഇന്ന് പിള്ളേർക്ക് എന്നാ കൊടുക്കുമെന്നോർത്ത് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു ഞാൻ. ദൈവത്തിന് മഹത്വം. ദാ മോനെ ബോബാ, നിന്റെ ഫീസ്. ശരി അപ്പച്ച, ദൈവം എത്ര വലിയവനാ. വർഷങ്ങൾ പലത് കഴിഞ്ഞു. കുഞ്ഞച്ചനുപദേശിയും ത്രേസ്യയുമൊക്കെ കാലത്തിന്റെ തികവിൽ പിതാക്കന്മാരോട് ചേർന്നു. മക്കൾ മൂവരും വിവിധ രാജ്യങ്ങളിലെത്തി ഭൗതികമായി അനുഗ്രഹിക്കപ്പെട്ടു. അപ്പന്റെയും അമ്മയുടെയും കണ്ണുനീര് നിമിത്തം ദൈവം അവരെ അനുഗ്രഹിച്ചു. ബിനു അമേരിക്കയിലും ബോബൻ കാനഡയിലും മിനി ലണ്ടനിലും എത്തി. ഇതാ അവർ തങ്ങളുടെ ഭവനത്തിൽ വീണ്ടും ഒരു ഒത്തുചേരലിനായി വരുന്നു. എടാ മക്കളെ, നിങ്ങളൊക്കെ തടിച്ചങ്ങ് കൊഴുത്തല്ലോടാ. എന്തുണ്ടായിട്ട് എന്താ കാര്യം അച്ചായ? അപ്പനും അമ്മയും അല്ലായിരുന്നോ നമ്മുടെ എല്ലാം? അതെ, നമുക്കിപ്പോ കാറിന് കാറും ബൈക്കിന് ബൈക്കും പണവും ഒക്കെ ആയി. സമ്പൽ സമൃദ്ധിയിലെത്തി. ഇതിനൊക്കെ കാരണം നമ്മുടെ അപ്പന്റെയും അമ്മയുടെയും പ്രാർത്ഥന ഒന്ന് മാത്രമാ. സത്യമാ, ഞാൻ ഒരു ബൈക്കിന് വേണ്ടി അപ്പനോട് ചോദിച്ചപ്പോൾ അപ്പൻ പറഞ്ഞ വാക്ക് ഇപ്പോഴും എന്റെ ചെവിയിലുണ്ട്. നമുക്ക് കർത്താവില്ലേടാ, അത് പോരെ. എനിക്ക് എന്റെ കർത്താവിനെ മതി അച്ചായ. ഞാൻ എന്റെ ജോലിയൊക്കെ നിർത്തിയിട്ടാ ഇങ്ങ് പോന്നേ. എനിക്ക് എന്റെ അപ്പന്റെ ആഗ്രഹം പോലെ കർത്താവിനെ സേവിച്ചാ മതി. സൂസിയും പിള്ളേരും കാനഡയിൽ തന്നെ നിൽക്കുക. ഞാൻ ഇവിടെ തന്നെ ഞാൻ കൂടാൻ പോവുകയാ. എന്റെ അപ്പന്റെ ഉപദേശി എന്ന വിളിപ്പേര് ഞാൻ നിലനിർത്തട്ടെ. ദൈവം അച്ചായനെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വേലയേക്കാൾ വലിയൊരു ഉദ്യോഗം വേറെ എന്നാ ഉള്ളേ? ദൈവത്തിന് മഹത്വം. നമ്മുടെ മക്കളും സമ്പത്തിനേക്കാൾ ഉപരി നമ്മുടെ അപ്പൻ സേവിച്ച ദൈവത്തെ സേവിക്കട്ടെ. നമുക്കും അപ്പനെ പോലെ പ്രാർത്ഥനയിലും ഉപവാസവുമായി ഒരു വിശുദ്ധ ജീവിതം നയിച്ച് നിത്യത പ്രാപിക്കാം. ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ഗുണപാഠമാണ് ലഭിച്ചത്? ഒരു നല്ല അപ്പനും അമ്മയ്ക്കും മാത്രമേ തങ്ങളുടെ മക്കൾക്ക് ക്രിസ്തുവിനെ വരച്ചു കാണിച്ച് മക്കളെ വളർത്താൻ കഴിയൂ. അങ്ങനെ വളരുന്ന മക്കൾക്ക് മാത്രമേ തങ്ങളുടെ ഭൗതിക നന്മകളെക്കാൾ വലുതായി ക്രിസ്തുവിനെ കാണാൻ കഴിയൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ലോകത്ത് ജീവിക്കാൻ ദൈവത്തിന്റെ കൃപ ഏറ്റവും ആവശ്യമാണ്, ഏത് പ്രായത്തിലും. ഇതാ ഒരു അഭിനയ ഗാനവുമായി സീനിയർ കൂട്ടുകാർ നിങ്ങൾക്ക് മുന്നിൽ. വി വെൽക്കം ഓൺ ദി സ്റ്റേജ്. യേശുവേ യേശുവേ തങ്കണ്ണക്ക യേശുവേ യേശുവേ തങ്കണ്ണക്ക യേശുവേ 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 ചരിച്ചിട നന്മയിൽ വളർന്നിട
നൈറ്റ് സ്കൈയിൽ മിന്നുന്ന ലിറ്റിൽ സ്റ്റാർസേ, മുറ്റത്ത് സ്മൈൽ ചെയ്യും കുഞ്ഞു ഫ്ലവേഴ്സേ, മുത്തമിട്ട് സ്നേഹിക്കാൻ ഫ്രണ്ട്ഷിപ്പും പുൽകിടാൻ സ്വർഗം കനിഞ്ഞു തന്ന യേശുനാഥനെ. നൈറ്റ് സ്കൈയിൽ മിന്നുന്ന ലിറ്റിൽ സ്റ്റാർസേ, മുറ്റത്ത് സ്മൈൽ ചെയ്യും കുഞ്ഞു ഫ്ലവേഴ്സേ, മുത്തമിട്ട് സ്നേഹിക്കാൻ ഫ്രണ്ട്ഷിപ്പും പുൽകിടാൻ സ്വർഗം കനിഞ്ഞു തന്ന യേശുനാഥനെ. വാ പോരെ വാ ചേരേ, ഹാർട്ട് ബീറ്റിംഗ് താളത്തിൽ വിശ്വാസം ടൈറ്റ് ചെയ്ത് നന്മയിൽ വളർന്നിടാം യേശുവോടൊപ്പം. തങ്കണ്ണക്കാൾ ടണക്കണ്ണക്കാൾ യേശുവേ യേശുവേ, തങ്കണ്ണക്കാൾ ടണക്കണ്ണക്കാൾ യേശുവേ യേശുവേ, തങ്കണ്ണക്കാൾ ടണക്കണ്ണക്കാൾ യേശുവേ യേശുവേ, യേശുവേ ചരിച്ചിടാം നന്മയിൽ വളർന്നിടാം. മാതാപിതാക്കളെ ടെൻഷനാവണ്ട, യേശുവന്റെ കൂടെയുണ്ട് ചാരേയുണ്ട്. നല്ല വാക്ക് നല്ല ചിന്ത സൽപ്രവൃത്തിയും യേശുവിന്റെ ബാക്കപ്പിൽ ഞാൻ ചെയ്തിടും. വാ പോരെ വാ ചേരേ, ഹാർട്ട് ബീറ്റിംഗ് താളത്തിൽ വിശ്വാസം ടൈറ്റ് ചെയ്ത് നന്മയിൽ വളർന്നിടാം യേശുവോടൊപ്പം. തങ്കണ്ണക്കാൾ ടണക്കണ്ണക്കാൾ യേശുവേ യേശുവേ, തങ്കണ്ണക്കാൾ ടണക്കണ്ണക്കാൾ യേശുവേ യേശുവേ, തങ്കണ്ണക്കാൾ ടണക്കണ്ണക്കാൾ യേശുവേ യേശുവേ, യേശുവിൽ ചരിച്ചിടാം നന്മയിൽ വളർന്നിടാം. തങ്കണ്ണക്കാൾ ടണക്കണ്ണക്കാൾ യേശുവേ യേശുവേ, തങ്കണ്ണക്കാൾ ടണക്കണ്ണക്കാൾ യേശുവേ യേശുവേ, തങ്കണ്ണക്കാൾ ടണക്കണ്ണക്കാൾ യേശുവേ യേശുവേ,